RIS ഫുട്ബോൾ ഫാമിലി പുതിയ വീട്ടിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ലാറ്റിൻ അമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ. നാളെ പുലർച്ചയ്ക്ക് ഇന്ത്യൻ സമയം പുലർച്ചെ നടക്കാൻ പോകുന്ന മത്സരങ്ങളിൽ അർജന്റീനയും ബ്രസീലും ഇറങ്ങുന്നുണ്ട്. രണ്ടുപേരുടെയും ഹോം ഗ്രൗണ്ടിലാണ് മത്സരം. കാർലോ അഞ്ചലോട്ടിയുടെ രണ്ടാം മത്സരമാണ് ബ്രസീലിന് വേണ്ടി നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കളി എന്തായാലും അഞ്ചലോട്ടിക്ക് ജയിച്ചു പറ്റും. അതേപോലെ ബ്രസീലിൽ നിന്ന് ജയിക്കുകയാണെങ്കിൽ വേൾഡ് കപ്പിലോട്ടുള്ള യോഗ്യത ഉറപ്പിക്കാൻ പറ്റും. ഇന്ന് കഴിഞ്ഞ മത്സരത്തിൽ ഈക്വഡോറായിട്ട് സമനില വഴങ്ങേണ്ടി വന്നു ബ്രസീലിന്. അപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്നത് പരേഗയായിട്ടാണ്. പരേഗ അവസാന മത്സരത്തിൽ ശക്തരായ ഉറുഗ്വേനെ 2-0 പരാജയപ്പെടുത്തിയാണ് വന്നിരിക്കുന്നത്. ബ്രസീലിന്റെ ഹോം ഗ്രൗണ്ടിലാണ് നടക്കുന്നത് മത്സരം എന്നുള്ളത് അവർക്കൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പിന്നെ റഫീനിയ, ബാഴ്സലോണയ്ക്ക് വേണ്ടി മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന റഫീനിയ തിരിച്ചു വരുന്നുണ്ട്. അത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ്. റഫീനിയ മിന്നും ഫോമിലാണ് ബാഴ്സയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ബ്രസീലിന്റെ യൂണിഫോമിൽ വരുമ്പോഴും റഫീനിയയ്ക്ക് നാളൊക്കെ ഒരു നല്ലൊരു മാച്ചാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നാളെ വിനീഷ്യസ് ജൂനിയറും റഫീനിന്റെയും മികവൊക്കെ നാളെ കാണാൻ പറ്റും. എന്താണെന്ന് പറഞ്ഞാൽ അവസാനത്തെ മത്സരത്തിൽ നമ്മൾ വീഡിയോ ബ്രസീൽ സമനിലയായ ശേഷം നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയിൽ കുറെ കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ തംബ്നെയിൽ കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തിയിട്ട് കമന്റ് എടുത്തിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് വിലയിരുത്തുക. അതിനുശേഷം നിങ്ങൾ കമന്റ് ഇടുക. അപ്പോൾ എന്തായാലും നാളത്തെ മത്സരത്തിൽ വിജയിച്ചേ പറ്റൂ. ബ്രസീലിന് വിജയിച്ച് അവർ യോഗ്യത ഉറപ്പിക്കുക എന്നുള്ളതാണ് നാളെ തന്നെ നാളത്തെ മത്സരം. കഴിഞ്ഞ മത്സരത്തിൽ ബ്രസീൽ ഡിഫെൻസീവായിട്ട് അടിപൊളിയായിരുന്നു. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇക്വഡോറിന്റെ ഒരുപാട് അറ്റാക്കിങ് ബ്രസീലിന്റെ ഡിഫൻസ് തടഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം എൽസൻ ബക്കറിനൊന്നും ഒരുപാട് ട്രൈ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഫോർവേഡ് മിഡ്ഫീൽഡിനെ കുറിച്ചാണ് ഇന്നത്തെ മത്സരം. എനിക്ക് ഒരു പ്രതീക്ഷ ഇന്നത്തെ മത്സരത്തിൽ റഫീനിയൊക്കെ തിരിച്ചു വന്ന ശേഷം എനിക്ക് അത് തന്നെയായിരിക്കും കോച്ചിന്റെ ഒരു തന്ത്രവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ച് നല്ലൊരു മാർജിൻ വിജയിച്ച് കാർലോ ആഞ്ചലോട്ടിക്കും ആളുടെ ഒരു ഇത് കാണിക്കേണ്ട ഒന്നാമത്തെ കളിയിൽ സമനിലയായിട്ടുണ്ട്. ഈ കളിയിൽ വിജയിച്ചേ പറ്റും. അത് എന്തായാലും ബ്രസീൽ ഫാൻസിനും എല്ലാവർക്കും എന്തായാലും വിജയിച്ചേ പറ്റും. എന്താണെന്ന് പറഞ്ഞാൽ ഇനിയും അടുത്ത കളി പറഞ്ഞിരിക്കാൻ സമയമില്ല. വേൾഡ് കപ്പ് അടുത്ത് വരുന്നത് 16 റൗണ്ട് നടത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി 17-18 റൗണ്ടുകളാണ് ബാക്കി ക്വാളിഫൈ നേടുക. അപ്പോൾ എത്രയും പെട്ടെന്ന് ക്വാളിഫൈ നേടുക. പിന്നെ നമുക്ക് പരീക്ഷണങ്ങൾ നടത്താൻ എന്നായിരിക്കും കാർലോ ആഞ്ചലോട്ടി വിചാരിക്കുന്നുണ്ടാവുക. നാളെ അപ്പം എന്തായാലും ബ്രസീലിന്റെ വിജയത്തിനായി കാത്തിരിക്കാം. ബ്രസീലിന്റെ സ്റ്റാർട്ടിംഗ് 11 വരികയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് അലക്സൻ ബക്കറിനെ ആയിരിക്കും. ഡിഫൻസിൽ സെന്റർ ഡിഫൻഡർമാരായിട്ട് മക്കീനസും അതേപോലെ തന്നെ വാൻഡേഴ്സണും ആയിരിക്കും ഉണ്ടാവുക. അതേ ലെഫ്റ്റിനും റൈറ്റിലും അലക്സും അലക്സാൻഡ്രോയും ആയിരിക്കും ഉണ്ടാവുക. മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മത്സരത്തിൽ അതേ മിഡ്ഫീൽഡർമാർ തന്നെ ആയിരിക്കും. കാസിമിറോ ആയിരിക്കും. കാസിമിറയ്ക്ക് തൊട്ടായിട്ട് ഗുൽമാരസ് ഉണ്ടാവും. അതേപോലെ ഗേഴ്സണും ആയിരിക്കും ഉണ്ടാവുക. അറ്റാക്കിങ്ങിൽ വരികയാണെങ്കിൽ വിനീഷ്യസ് ജൂനിയറും റഫീനിയെ തിരിച്ചെത്തുന്നതോടുകൂടി റഫീനിയും വിനീഷ്യസ് ജൂനിയറായിരിക്കും. സ്ട്രൈക്കറായിട്ട് മാത്യു കുഞ്ഞനെ ആയിരിക്കും ഫസ്റ്റ് 11 സ്ഥാനം പിടിക്കുക എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു 11 നാളെ എന്തായിരിക്കും അറ്റാക്കിങ്ങിൽ കാണിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. ഇതുവരെ ക്വാളിഫയർ നേടിയ ഒരു പട്ടിക ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അർജന്റീന ഒന്നാം സ്ഥാനത്തുള്ള 15 മത്സരങ്ങളിൽ നിന്ന് 11 വിജയവും 1 സമനിലയും 3 തോൽവി അടക്കം 34 പോയിന്റുമായി ഒന്നാം സ്ഥാനത്താണ്. രണ്ടാം സ്ഥാനത്തുള്ള ഇക്വഡോർ 15 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 7 വിജയവും 6 ഡ്രോയും 2 തോൽവി അടക്കം 24 പോയിന്റുമായി രണ്ടാം സ്ഥാനത്ത്. അതേ പോയിന്റ് ആയിട്ടാണ് 15 മത്സരങ്ങളിൽ 6 വിജയവും 4 ഡ്രോയും 3 തോൽവി അടക്കം പരാഗയാണ് മൂന്നാം സ്ഥാനത്തുള്ളത്. നാലാം സ്ഥാനത്ത് ബ്രസീലാണ് 15 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 6 വിജയവും 4 ഡ്രോയും 5 തോൽവി അടക്കം 22 പോയിന്റുമായിട്ട് നാലാം സ്ഥാനത്തുള്ളത്. അഞ്ചാം സ്ഥാനത്തുള്ള ഉറുഗ്വേയാണ് 15 മത്സരങ്ങളിൽ നിന്ന് 5 വിജയവും 6 സമനിലയും 4 തോൽവി അടക്കം 21 പോയിന്റുമായിട്ട് ഉറുഗ്വേ തൊട്ട് താഴെയുണ്ട്. 6ാം സ്ഥാനത്താണ് കൊളംബിയ കിടക്കുന്നത്. 7ാം സ്ഥാനത്ത് വെനസ്വേലയുണ്ട്. അപ്പോൾ ക്രിക്കറ്റ് മാറി നെയ്മർ ജൂനിയർ അടുത്ത സെപ്റ്റംബർ നടക്കുന്ന അടുത്ത 17-18 റൗണ്ട് മത്സരങ്ങൾ യോഗ്യത മത്സരങ്ങളിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും ഇന്നത്തെ മത്സരത്തിൽ ജയിച്ച് യോഗ്യത നേടിയിട്ടൊന്ന് ഫ്രീ ആയിട്ട് നെയ്മർക്ക് ഫ്രീ ആയിട്ട് ബ്രസീലിൽ ഒന്ന് കളിക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ മത്സരത്തിൽ ബ്രസീൽ ടീമും കാർലോ ആഞ്ചലോട്ടി ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ച് ആ 3 പോയിന്റ് സ്വന്തമാക്കിയിട്ട് ക്വാളിഫൈ നേടുക എന്ന് തന്നെയായിരിക്കും. ഇപ്പോൾ നെയ്മർ ജൂനിയർ സാന്റോസിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ കോവിഡ് ആയിട്ട് വീണ്ടും ആള് കളിക്കളത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. അപ്പൊ ഈ പരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് ഒരു പുതിയ നെയ്മറായിട്ട് സെപ്റ്റംബർ നടക്കുന്ന ക്വാളിഫയർ മത്സരത്തിലും തുടർന്നുള്ള വേൾഡ് കപ്പിലും കാണാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചോളൂ. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തിച്ചിരുന്നതാണ്.